ഇന്ന് നമുക്കൊരു ചായ അടിക്കാൻ പോവാം കേട്ടോ. അങ്ങനെ വിനീഷേട്ടനൊരു 4 ഡേയ്സിന് ശേഷം ഇന്നാണ് നാട്ടിലെത്തുന്നത്. ആൾ എവിടെയെങ്കിലും പോയി വന്നാൽ പിന്നെ എന്നെയും കൊണ്ടൊന്ന് പുറത്ത് പോകൽ നിർബന്ധമാണ് ആൾക്കും എനിക്കും. അപ്പോൾ ഇന്ന് എവിടെയെങ്കിലും പോകല്ലേ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് ചായ അടിക്കാൻ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ന് ഞങ്ങൾ ചായ അടിക്കാനാണ് പോയത്. നമ്മുടെ നീറാടുള്ള സീ സ്റ്റാറിൻ്റെ അടുത്തുള്ള ഫുഡ് കോർട്ടിലേക്കാണ് പോയത്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. ബട്ട് അവിടെ എത്തി ചായ കുടിക്കാൻ തുടങ്ങിയപ്പോഴേക്കും മഴ ചെറുതായിട്ട് ചാറി തുടങ്ങി. എന്നാലും ഞങ്ങൾ വിട്ടുകൊടുത്തില്ല. അത് വേറൊരു വൈബായിരുന്നു. കാരണം ഇത് റോഡ് സൈഡിൻ്റെ അടുത്തുള്ള ഒരു ഫുഡ് കോർട്ടായതുകൊണ്ട് അത് വേറൊരു ഫീലാണ്. കോഫി കുടിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മയിട്ട് അയ്യോ പൂച്ചയ്ക്ക് തീറ്റില്ലല്ലോ എന്ന്. അപ്പോൾ ഞാൻ വിനീഷേട്ടന് പറഞ്ഞു വിനീഷേട്ടാ പൂച്ചയ്ക്ക് തീറ്റയല്ല, നമുക്ക് അവിടെ പോയിട്ട് പൂച്ചയ്ക്കുള്ള തീറ്റ മേടിച്ചിട്ട് പോരാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ മുണ്ടമ്പലത്ത് പോയി പൂച്ചയ്ക്കുള്ള തീറ്റയൊക്കെ മേടിച്ച് റിട്ടേൺ പോരുകയാണ്. ഒരു 4 ഡേയ്സിലുള്ള കുറേ സ്റ്റോറി എനിക്ക് പറയാനുണ്ടായിരുന്നു. അപ്പോൾ പോരുന്ന വഴി അതൊക്കെ വിനീഷേട്ടൻ പറഞ്ഞു വിനീഷേട്ടാ വണ്ടി പതുക്കെ ഓടിക്കുകയും എനിക്ക് കുറേ സ്റ്റോറി പറയാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പതുക്കെ അതൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ വീട്ടിലെത്തിയത്.